കാസർഗോഡ് ജില്ലയിലെ പല പ്രദേശങ്ങളും പുലി ഭീതിയിൽ അമർന്നതോടെ ജനജീവിതം തന്നെ ദുസ്സഹമാകുകയാണ്. പ്രദേശവാസികളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാത്ത അധികൃതരുടെ നിലപാടിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനങ്ങളുടെ സുരക്ഷയും ജീവനോപാധികളും അപകടത്തിലാക്കുന്ന പുലി ശല്യത്തിനെതിരെ മുളിയാർ പീപ്പിൾസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ബോവിക്കാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. മുളിയാറിലും സമീപ പ്രദേശങ്ങളിലും ഉൾപ്പെടെ പുലിയുടെ ആക്രമണം പതിവായത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. കന്നുകാലികളെയും കൃഷിയിടങ്ങളെയും ലക്ഷ്യമിട്ടുള്ള പുലിയുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ കർഷകരും നാട്ടുകാരും ഒരുപോലെ ഭയത്തിലാണ്. കുട്ടികളുടെയും പ്രായമായവരുടെയും സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് മുളിയാർ പീപ്പിൾസ് ഫോറം ബോവിക്കാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ പറഞ്ഞാൽ ഒരു പക്ഷെ അവർ വന്ന് ഇവിടെ വരുന്ന പുലിയെ പിടിച്ചുകൊണ്ടുപോയി എന്ന് വരും. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരില്ല. പ്രശ്നം തീരണമെങ്കിൽ വനം വകുപ്പും സർക്കാരുകളും ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യം ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. ഫോറം പ്രസിഡന്റ് ബി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് പുലിയെയാണ്, പന്നിയെയാണ്, അതുപോലെ കാട്ടുപോത്ത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് വന്യമൃഗങ്ങൾ ഇവിടെ വിലസുമ്പോൾ വനം വകുപ്പ് ഇവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഒരു നടപടിയും അവർ സ്വീകരിക്കുന്നില്ല. അവരിപ്പോൾ ചെയ്യുന്നത് ആകെ മീറ്റിംഗ് കൂടി ചായ കുടിച്ച് പിരിക്കുകയാണ്. അവർ കുറച്ച് വാച്ച്മാൻമാരെ വിട്ട് ചെറിയ പടക്കങ്ങൾ അവരെ കയ്യിൽ കൊടുത്ത് അവരെ ഈ കാട്ടുമൃഗങ്ങളെ ഓടിക്കാനുള്ള നടപടിയല്ലാതെ മനുഷ്യൻ്റെ ജീവനെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും അവരെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. വരുന്ന ആളുകളിൽ വലിയ ശക്തമായ സമരപരിപാടികൾ ഞങ്ങൾ തുടരും. ഈ മുളിയാറിലെ ജനങ്ങളെ ഒന്നാകെ സംഘടിപ്പിച്ചുകൊണ്ട് അതിബൃഹത്തായ സമരപരിപാടികൾക്ക് രൂപം നൽകും. ഇതിനൊരു പരിഹാരം വേണം. ജനറൽ സെക്രട്ടറി മസൂദ് ബോവിക്കാനം സ്വാഗതം പറഞ്ഞു. ഇ മണികണ്ഠൻ, കെ ബി മുഹമ്മദ് കുഞ്ഞി, ഷഹദാദ്, ഷെരീഫ് കൊടവഞ്ചി, കെ സുരേഷ് കുമാർ, വി എം കൃഷ്ണപ്രസാദ്, വേണുമാസ്റ്റർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഫോറസ്റ്റ് വകുപ്പ് പ്രതിനിധികൾ ജനപ്രതിനിധികളുമായി ചർച്ച നടത്താമെന്ന് ഉറപ്പ് നൽകി. എന്നാൽ പ്രദേശത്തെ പുലി ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതുവരെ സമര പരിപാടികൾ തുടരുമെന്ന് പീപ്പിൾസ് ഫോറം ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.